Hi Carrots, and welcome back to my channel. Carrots Indian Army സൈഡിൽ നിന്ന് പെർമനന്റ് വേക്കൻസി വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ആർമിയുടെ ഗ്രൂപ്പ് സി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഓൺലൈൻ ത്രൂ അല്ല നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഓഫ്ലൈൻ ത്രൂ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം പറയുന്നതായിരിക്കും. കുട്ടികളെ ഇത് അഗ്നിവീർ കാറ്റഗറിയിൽ പെടുന്ന ജോബല്ല, പെർമനന്റ് ജോബാണ്, നല്ലൊരു ജോബാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാവർക്കും തയ്യാറെടുക്കാവുന്നതാണ്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ ഞാൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ കൂടി പറയുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ കണക്കൊരു വീഡിയോ ലഭിക്കത്തില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുൾ കാണാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നതിനും വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുട്ടികൾ ഇത് അഗ്നിവീർ കാറ്റഗറിയിൽ പെടുന്നതല്ല, പെർമനന്റ് ജോബാണ്. എന്താണ് പെർമനന്റ് ജോബാണ്? ടോട്ടൽ വേക്കൻസി 62 ആണ്. വേക്കൻസി കുറവാണ്, പക്ഷേ ട്രൈ ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോബ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫ്ലൈൻ ത്രൂ ആണ് ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. ഓഫ്ലൈൻ ത്രൂ ഫോം ഫില്ല് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ മിക്ക കുട്ടികളും അവർ ഈ ഒരു ചാൻസ് അങ്ങ് നഷ്ടപ്പെടുത്തും. കാരണം ആർക്കും അത്രയും ബുദ്ധിമുട്ടാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം. മിക്കവരും ഫോം ഫില്ലിങ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഓൺലൈൻ ത്രൂ ആണെന്നുണ്ടെങ്കിൽ മിക്കവരും ഫോം ഫില്ല് ചെയ്തേനെ. ഓഫ്ലൈൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാൻസ് മിസ്സാക്കരുതാരും കേട്ടോ. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, AIC സെൻറ്ററിൻ്റെ വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് സി വേക്കൻസിയാണ്. ടോട്ടൽ വേക്കൻസി 62 ആണ്. ഇതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ട്രേഡും കാണാവുന്നതാണ്. ട്രേഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ, കുക്ക്, MDS, സിവിൽ മോട്ടോർ ഡ്രൈവർ, ക്ലീനർ, ട്രേഡ്സ്മാൻ, മേറ്റ്, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ഫയർമാൻ, ലീഡിംഗ് ഫയർമാൻ, ഇതിൻ്റെയൊക്കെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോട്ടൽ വേക്കൻസി 62 ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ട്രേഡിനൊക്കെ ആണെങ്കിൽ മാത്രം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ചില ട്രേഡിനാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേ വേണ്ട, 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കൂ കുട്ടികൾ, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th പാസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ HMV ആൻഡ് LMV ലൈസൻസ് തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം, അതായത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18-25 ആണ്. സിവിൽ മോട്ടോർ ഡ്രൈവർ എന്ന പോസ്റ്റിനേക്ക് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18-27 ആണ് കേട്ടോ കുട്ടികളെ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാസ്റ്റ് OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പോസ്റ്റിലുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന്. ആദ്യം സ്കിൽ ടെസ്റ്റ് ആണ്. പിന്നെ ചില ട്രേഡിനൊക്കെ ആദ്യം PST ഉണ്ട്, ചില ട്രേഡിനൊക്കെ ആദ്യം ഫിസിക്കലുണ്ട്. ഇതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. അതിനുശേഷം റിട്ടേൺ എക്സാം ആണ്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. കുട്ടികളെ നോക്കൂ, ആന ഡിഫൻസ് അക്കാഡമിയിൽ 2026-27 SSGD ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 2026 ഒക്ടോബറിലാണ്. നമ്മൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. 2026-27 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 50% വേക്കൻസി അഗ്നിവീറിനാവുന്നതായിരിക്കും. 2026-27 മുതൽ കട്ട് ഓഫും വളരെ ഹൈ ആയിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് നേരത്തെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും 2026-27 SSGD തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. 2 ബാച്ചിൻ്റെ അസസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു ബാച്ചിൻ്റെ ക്ലാസ്സും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യും. ആ ഒരു ബാച്ചിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലിയർ? നോക്കൂ കുട്ടികളെ, ഇനി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നോക്കാം. നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റഡ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ട്രേഡിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ചില ട്രേഡിന് മാത്രമാണ് PST ടെസ്റ്റ് ഉള്ളത്. ഏതൊക്കെ ട്രേഡിനാണ് നമുക്ക് നോക്കാം. ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ലീഡിംഗ് ഫയർമാൻ എന്നീ ട്രേഡിന് മാത്രമാണ് PST ടെസ്റ്റ് ഉള്ളത്. PST എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും എല്ലാം നോക്കും. ഈ ഒരു ടെസ്റ്റ് ഉള്ളത് ഈ 3 ട്രേഡിന് മാത്രമാണ്. എത്ര വേണ്ടത് നമുക്ക് നോക്കാം. ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 165 സെൻറ്റിമീറ്റർ. ST ആണെന്നുണ്ടെങ്കിൽ 2.5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ചെസ്റ്റിൻ്റെ സൈസോ 81.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 4.5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഉണ്ടായിരിക്കണം കേട്ടോ കുട്ടികളെ. മിനിമം വെയ്റ്റ് 50 kg ഉണ്ടായിരിക്കണം. ഇതാണ് PST ടെസ്റ്റ്. ഇനി ഫിസിക്കൽ ടെസ്റ്റും എല്ലാ ട്രേഡിനും ഇല്ല. ഏതൊക്കെ ട്രേഡിനാണ് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ട്രേഡിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോ അതോ ഇല്ലയോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത് ഏതൊക്കെ ട്രേഡിനാണ് നമുക്ക് നോക്കാം. ട്രേഡ്സ്മാൻ, മേറ്റ്,
ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ലീഡിംഗ് ഫയർമാൻ എന്നീ ട്രേഡിന് മാത്രമാണ് ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് 1.5 കിലോമീറ്റർ റണ്ണിങ്, പിന്നെ 50 kg വെയിറ്റ് എടുത്തുകൊണ്ട് മൂവ് ചെയ്യണം. ഈ ട്രേഡിനാണെന്നുണ്ടെങ്കിലോ ഇവിടെ വരുന്ന ഫയർമാൻ ലിഫ്റ്റും അതേപോലെ ഡിഗ് ജമ്പും റോപ്പ് ക്ലൈമ്പിങ്ങും ആണ്. ഇതാണ് ഇവിടുത്തെ ഫിസിക്കൽ ഇവൻറ്റ്. ക്ലിയർ ആയാലോ? ഇനി നമുക്ക് നോക്കാം എക്സാം പാറ്റേൺ അപ്ഡേറ്റ്. നോക്കൂ കുട്ടികളെ, റീസണിങ്ങിൽ നിന്ന് ടോട്ടൽ 25 ക്വസ്റ്റ്യൻ വരും, 25 മാർക്സ്. ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ 50 മാർക്സ്. ഇംഗ്ലീഷ് 50 ക്വസ്റ്റ്യൻ 50 മാർക്സ്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 25 മാർക്സ്. 2 hours ആണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലാസ്സുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം സെലക്ഷൻ പ്രോസസ്സ് അനുസരിച്ച് ആദ്യം വരുന്നത് സ്കിൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇതോടൊപ്പം തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുകൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എവിടെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് കാണാം. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഫോം. കേട്ടോ കുട്ടികളെ? ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നോക്കാം. നോക്കൂ, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റാണ് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ നിങ്ങൾ ഒട്ടിക്കണം. ഫോട്ടോ ഒട്ടിച്ചിട്ട് നിങ്ങളിവിടെ ഇതേ കണക്ക് സൈൻ ചെയ്യണം. സൈൻ ചെയ്യുമ്പോൾ പകുതി സൈൻ വെളിയിലായിരിക്കണം, പകുതി സൈൻ അകത്തായിരിക്കണം. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പേസ്റ്റ് ഹിയർ, സെൽഫ് അറ്റസ്റ്റഡ് സൈൻ. ക്ലിയർ ആയല്ലോ കുട്ടികളെ? ഇനി നെക്സ്റ്റ് ആണ് പോസ്റ്റ് അപ്ലൈഡ് ഫോർ. നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങളിവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഫയർമാൻ ആണോ, ട്രേഡ്സ്മാൻ മേറ്റ് ആണോ, ഏതാണെന്ന് വെച്ചാൽ അത്. നെക്സ്റ്റ് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, ഫുൾ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നിങ്ങൾ നിങ്ങളുടെ നെയിം ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ഫില്ല് ചെയ്യണം. ഇമെയിൽ ID ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ആധാർ നമ്പർ നിങ്ങളിവിടെ ഫില്ല് ചെയ്യണം. ഫാദർ നെയിം ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അതേ രീതിയിൽ ഇവിടെ മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ 13 പിന്നെ ഒരു വര, പിന്നെ 4 പിന്നെ ഒരു വര, പിന്നെ 2004 ഇതേ രീതിയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ? ഇനി ഇതിൻ്റെ താഴോട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ആണ് കറസ്പോണ്ടൻ്റ് അഡ്രസ്സ്. നിങ്ങൾ നിങ്ങളുടെ ഹൗസ് നമ്പർ, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് എല്ലാം മെൻഷൻ ചെയ്യണം. ഇതിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത്. അതായത് ഈ കറസ്പോണ്ടൻസ് അഡ്രസ്സിലാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ആണ് പെർമനൻറ്റ് അഡ്രസ്സ്. ഇത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട്. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നോക്കൂ കുട്ടികളെ, മെട്രിക്സ്, ITI, ഡിപ്ലോമ, 12th എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ മെട്രിക്, പിന്നെ അതോടൊപ്പം നിങ്ങൾ ITI ഉണ്ടെങ്കിൽ ITI എന്ന് മെൻഷൻ ചെയ്യുക. അതോടൊപ്പം +2 ഉണ്ടെങ്കിൽ 12th എന്ന് മെൻഷൻ ചെയ്യുക. ഇതേ രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ? ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇവിടെ സീരിയൽ നമ്പർ മെൻഷൻ ചെയ്യണം, ക്വാളിഫിക്കേഷൻ 10th മെൻഷൻ ചെയ്യണം, ഏത് സ്കൂളാണെന്ന് മെൻഷൻ ചെയ്യണം, നെയിം ഓഫ് ബോർഡ് മെൻഷൻ ചെയ്യണം, എത്ര % മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത് അതിവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. 10th എങ്കിൽ 10th, അതിൻ്റെ കൂടെ നിങ്ങൾ വേറെ എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 12th അതും ഇതേ രീതിയിൽ നിങ്ങളിവിടെ ഫില്ല് ചെയ്യണം. ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. കാറ്റഗറി നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. SC എങ്കിൽ SC, OBC എങ്കിൽ OBC അത് നിങ്ങൾക്കിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ഇഫ് അപ്ലൈഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് എക്സ് സർവീസ്മാൻ. അതായത് നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. എക്സ് സർവീസ്മാൻ്റെ ഡിസ്ചാർജ് ബുക്കിൽ തന്നെ നമ്പേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ആണ് നിങ്ങൾ PH കാറ്റഗറിയിൽ പെടുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് ആണ് വെദർ രജിസ്റ്റേർഡ് വിത്ത് ഇൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്പറും എല്ലാം നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. എവിടെയാണ് കൊടുത്തത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. കേട്ടോ കുട്ടികളെ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആണ്. നോക്കൂ കുട്ടികളെ, വെദർ എംപ്ലോയ്ഡ് ഇൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസ്. അതായത് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ S എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. നെയിം ഓഫ് എംപ്ലോയർ, നെയിം ഓഫ് പോസ്റ്റ്, ഡേറ്റ് ഓഫ് അപ്പോയിൻറ്റ്മെൻറ്റ്, സർവിങ് സിൻസ് എന്ന് മുതലാണ് സർവീസ് ചെയ്യുന്നത്, ഓഫീസ് അഡ്രസ്സ് എല്ലാം ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് നെയിം ഓഫ് സ്റ്റേഷൻ എ കാൻഡിഡേറ്റ് വിഷസ് ടു ബി പോസ്റ്റഡ് ഇഫ് സെലക്ടഡ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ്. ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ്. അതായത് കുട്ടികളെ, എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ ഒത്തിരി സ്റ്റേഷന് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റ് അനുസരിച്ച് നിങ്ങൾ എവിടെയാണോ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് വരാൻ പോകുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ചാനൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എവിടെയാണോ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ലൊക്കേഷൻ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ് ആൻഡ് തേർഡ് ചോയ്സ്. ക്ലിയർ? നെക്സ്റ്റ് ആണ് ഡിക്ലറേഷൻ. അതിന് താഴെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ എന്നാണോ ഈ ഫോം ഫില്ല് ചെയ്യുന്ന അതിൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്യണം, പ്ലേസ് മെൻഷൻ ചെയ്യണം, ഇവിടെ നിങ്ങൾ സിഗ്നേച്ചർ ചെയ്യണം.
ഇനി ഇതോടൊപ്പം തന്നെ ഏതൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് വിടേണ്ടത് അത് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, 2 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ്. നിങ്ങൾ 2 ഫോട്ടോഗ്രാഫ് നിങ്ങൾ അതിനകത്ത് വെക്കണം. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നെയിം ആൻഡ് ഫാദേഴ്സ് നെയിം ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ ഫോട്ടോ. ആ ഫോട്ടോയുടെ ബാക്ക് സൈഡിൽ നിങ്ങളുടെ പേരും ഫാദറിൻ്റെ പേരും നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിരിക്കണം. നെക്സ്റ്റ് ആണ് 1 സെൽഫ് അഡ്രസ്ഡ് രജിസ്റ്റേർഡ് എൻവലപ്പ് ഡ്യൂലി അഫിക്സഡ് വിത്ത് അപ്രോപ്രിയേറ്റ് പോസ്റ്റൽ സ്റ്റാമ്പ്. അതായത് ഒരു രജിസ്റ്റേർഡ് എൻവലപ്പ് നിങ്ങൾ അയക്കുന്ന ആ ഒരു എൻവലപ്പിനകത്ത് വെച്ചിരിക്കണം. എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അകത്ത് വെക്കുന്ന ആ ഒരു എൻവലപ്പിനകത്ത് നിങ്ങളുടെ അഡ്രസ്സ് മെൻഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ അതിനകത്ത് സ്റ്റാമ്പ് പേപ്പർ ഒട്ടിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരത്തില്ല. അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് പോലും നിങ്ങൾക്ക് വേണ്ടി 10 രൂപ സ്പെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളെ. അതോടൊപ്പം തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം കോപ്പി എടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് സ്വന്തമായിട്ട് സിഗ്നേച്ചർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഇനി എത്ര കോപ്പി വെക്കണം? 1 കോപ്പി 2 കോപ്പി വെച്ചാലും മതി. മിനിമം 1 കോപ്പിയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വെച്ചേക്കണം. പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങോട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. നോക്കൂ കുട്ടികളെ, ഇതാണ് അതിനകത്ത് വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. റോൾ നമ്പർ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടുന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് നെയിം ഓഫ് കാൻഡിഡേറ്റ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. ഫാദർ നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ മെൻഷൻ ചെയ്യണം. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടതല്ല ഇത്. എക്സാം സെൻറ്റർ അലോട്ടഡ് ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല. കാറ്റഗറി നിങ്ങളിവിടെ ഫില്ല് ചെയ്യണം. ഷെഡ്യൂൾ ഓഫ് എക്സാം ഇത് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും അവിടെ നിന്നായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഫിസിക്കൽ ആൻഡ് സ്കിൽ ടെസ്റ്റ്, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് റിപ്പോർട്ടിംഗ് ആൻഡ് എക്സാമിനേഷൻ സെൻറ്റർ ഇതെല്ലാം അവിടെ നിന്ന് ചെയ്യുന്നതായിരിക്കും. ഇതിന് താഴെ നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്യണം. ഇവിടെ നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കണം. പിന്നെ പകുതി സിഗ്നേച്ചർ വെളിയിലും പകുതി അകത്തുമായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യേണ്ടുന്നത്. ഇതാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡായിട്ട് വരാൻ പോകുന്നത് കേട്ടോ കുട്ടികളെ. ഇതിൻ്റെ തന്നെ 2-3 കോപ്പി ഉണ്ട്. അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് അതിനകത്ത് വെച്ചിരിക്കണം. ക്ലിയർ? നിങ്ങൾക്ക് ഇതിൻ്റെ PDF ലഭിക്കുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് ചാനൽ. അതിനുശേഷമുള്ള നെക്സ്റ്റ് പേജാണ് ഡിക്ലറേഷൻ ബൈ OBC കാൻഡിഡേറ്റ്. നിങ്ങളൊരു OBC കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോം ഫില്ല് ചെയ്തിരിക്കണം. നിങ്ങൾ ക്രിമിനലിൽ പെടുന്നില്ല എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണിത്. ഇത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് നിങ്ങൾ സിഗ്നേച്ചർ ചെയ്യണം. അതിനുശേഷം നിങ്ങളൊരു എക്സ് സർവീസ്മാൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് മെൻഷൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു പേജ്. ഇതാരും സ്കിപ്പ് ചെയ്യരുത്. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ഫോർമാറ്റും ആ ഒരു PDF-ൽ ലഭിക്കുന്നതായിരിക്കും. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഏത് എൻവലപ്പിലാണ് നിങ്ങൾ അയക്കുന്നത് അതിൻ്റെ വെളിയിൽ ഇത് ഒട്ടിക്കണം കേട്ടോ കുട്ടികളെ. ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിച്ച് അതിവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. നോക്കൂ, അപ് ടു 50%. അതായത് 50% വരെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ, അതായത് 50% ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ റെഡ് എങ്കിൽ എഴുതണം. ക്ലിയർ? ഇനി 51 to 60 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ബ്ലൂ എങ്കിൽ എഴുതണം. 61 ആൻഡ് എബോവ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് എങ്കിൽ നിങ്ങളിവിടെ നിങ്ങളുടെ പെർസെൻറ്റേജ് എഴുതണം. ക്ലിയർ? ഈ കളറിൽ തന്നെ എഴുതണം. ഇപ്പോൾ 49% ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 49% റെഡ് എങ്കിൽ എഴുതണം കേട്ടോ കുട്ടികളെ. ഇനി ബ്ലൂ എങ്കിൽ വേണം ഇവിടെ നിങ്ങൾ എഴുതേണ്ടുന്നത്. 51%-നും 60% ഇടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ ബ്ലൂ എങ്കിൽ വേണം നിങ്ങളിവിടെ എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങളുടെ ഫ്രം അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതുമാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. കുട്ടികളെ, അപ്പോൾ ഈ ഒരു റാലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആൾറെഡി നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ റിലേറ്റഡ്. അതിനകത്ത് എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ ഞങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ വേണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് കൂടി നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത്. വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി ഫോം ഫില്ലിംഗ് എങ്ങനെ ചെയ്യണം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യല്ലേ കുട്ടികളെ. കറക്റ്റായിട്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഒട്ടിക്കണം. ഇത് പ്രിൻ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ വേണം നിങ്ങൾ ഒട്ടിക്കേണ്ടത്. നിങ്ങൾ അയക്കുന്ന ആ ഒരു എൻവലപ്പിൻ്റെ വെളിയിൽ ഒട്ടിക്കണം. അകത്ത് നിങ്ങളൊരു എൻവലപ്പ് വെച്ചിരിക്കണം. അതിനകത്ത് നിങ്ങളുടെ ഫ്രം അഡ്രസ്സും വേണം. അതോടൊപ്പം തന്നെ സ്റ്റാമ്പ് പേപ്പറും തീർച്ചയായിട്ടും ഒട്ടിച്ചിരിക്കണം. ക്ലിയർ ആയാലോ? വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യണം. ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കുട്ടികൾ, അതോടൊപ്പം തന്നെ എയർഫോഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എയർഫോഴ്സ് XYMA ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്, ഡെയിലി ക്ലാസ് ഉണ്ട്. റെക്കോർഡ് സെഷൻ കിട്ടും. പ്രാക്ടീസ് പേപ്പർ, വിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ പ്രസൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ്, അതോടൊപ്പം തന്നെ SSCയുടെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എയർഫോഴ്സ് XYക്കും അതേപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റിനും പിന്നെ SSGDക്കും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ആയിട്ട് ഉടനെ തന്നെ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കോളിംഗ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിലും നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും. അപ്പോൾ നമുക്ക് വേറൊരു ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ്.